പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാളാണ് എങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വൈദ്യുതി ബില്ല് കുത്തനെ കൂടുന്നു എന്ന പരാതി ഉയരാറുണ്ട്. 2020 വൈദ്യുതി ബില്ലിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. ലോക്ക്ഡൌണിൽ ആളുകൾക്ക് ഇരുട്ടടി കിട്ടിയതുപോലെയാണ് വൈദ്യുതി ബില്ല് വന്നിരുന്നത്. ഇതിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ഈ ഒരു കാലയളവിലൊക്കെ പല രീതിയിലുള്ള ന്യായീകരണമൊക്കെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നൊക്കെ ലഭ്യമാവുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. വലിയ ബില്ല് തന്നെ അടവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ 2021 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളുടെ വൈദ്യുതി ബില്ല് വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത്. നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂട്ടുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് ഉപകരണമാണ്, ഒന്ന് AC, മറ്റൊന്ന് ഫ്രിഡ്ജ്. ഇതിൻ്റെ നിയന്ത്രണം, ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ നിയന്ത്രിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതി ബില്ല് കൂടാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ AC ഉപയോഗിക്കുന്ന ആളുകൾ, പുതുതായി AC വാങ്ങുന്ന ആളുകൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. വീടിൻ്റെ പുറം ചുമരുകളിലും ടെറസുകളിലും വെള്ള നിറത്തിലുള്ള പെയിന്റ് ഉപയോഗിക്കുന്നതും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുന്നതും വീടിന് ചുറ്റും മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും അകത്തെ ചൂട് കുറക്കാൻ സഹായിക്കും. ശീതീകരിക്കാനുള്ള മുറിയുടെ വലുപ്പം അനുസരിച്ച് അനുയോജ്യമായ AC തിരഞ്ഞെടുക്കുക. വാങ്ങുന്ന സമയത്ത് BEE സ്റ്റാർ ലേബൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 സ്റ്റാർ ആണ് ഏറ്റവും കാര്യക്ഷമത കൂടിയത്. എയർ കണ്ടീഷണറുകൾ ഘടിപ്പിക്കുന്ന മുറികളിലേക്ക് ജനലുകൾ, വാതിലുകൾ, മറ്റു ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഫിലമെന്റ് ബൾബ് പോലുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ മുറിയിൽ നിന്ന് പരമാവധി മാറ്റി നിർത്തുക. എയർ കണ്ടീഷണറിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗിൽ 22 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഓരോ ഡിഗ്രി കൂടുമ്പോഴും 5% വരെ വൈദ്യുതി ഉപയോഗം കുറയും. അതിനാൽ 25 ഡിഗ്രിയിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ കണ്ടീഷണറിൻ്റെ ഫിൽട്ടർ എല്ലാ മാസവും വൃത്തിയാക്കുക. എയർ കണ്ടീഷണറിൻ്റെ കണ്ടൻസർ യൂണിറ്റ് പരമാവധി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ്. വൈകുന്നേരത്തെ വെയിലിൻ്റെ ചൂട് ഏറ്റവും അധികം ഉണ്ടാവുക തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ്. കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടുള്ളതായാൽ സ്വാഭാവികമായിട്ടും ഊർജ്ജ നഷ്ടവും ഉണ്ടാകും. എയർ കണ്ടീഷണറിൻ്റെ കണ്ടൻസറിന് ചുറ്റും ആവശ്യത്തിന് വായു സഞ്ചാരമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കുറഞ്ഞ ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥകളിൽ പരമാവധി സീലിംഗ് ഫാൻ അതല്ലെങ്കിൽ ടേബിൾ ഫാൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വൈദ്യുതി ബില്ല് കുത്തനെ കൂടുന്നത് തടയാൻ സാധിക്കും. പ്രത്യേകിച്ച് ചൂട് കാലത്തിൽ AC-യുടെയും ഫ്രിഡ്ജിൻ്റെയും ഉപയോഗം അതിന് കൂടുതൽ വൈദ്യുതി, അതിൻ്റെ ഊർജ്ജം എടുക്കുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി ബില്ലിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുക. അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ, വീട്ടിലുള്ള ആളുകൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫ്രിഡ്ജ് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറഞ്ഞത് 6 ഇഞ്ച് വ്യത്യാസമെങ്കിലും ഭിത്തിയിൽ നിന്ന് മാറി വേണം ഫ്രിഡ്ജ് വെക്കാൻ. ഇതുമൂലം ഫ്രിഡ്ജിൻ്റെ കണ്ടൻസറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് തങ്ങി നിൽക്കുന്ന സാഹചര്യം ഇല്ലാതെയാക്കുകയും ഫ്രിഡ്ജിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുവാൻ സഹായകമാകുകയും ഇതിലൂടെ വൈദ്യുതിയുടെ ഉപയോഗം കുറക്കാനും സാധിക്കും. ഫ്രിഡ്ജിൻ്റെ ഡോർ ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നു വെക്കുക. പുറത്തെ ചൂട് ഫ്രിഡ്ജിനുള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നതിലൂടെ വൈദ്യുതി ഉപയോഗം കുറക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുറന്ന ശേഷം ഫ്രിഡ്ജ് കൃത്യമായി തന്നെ അടച്ചു എന്ന് ഉറപ്പുവരുത്തണം. ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ കുത്തി നിറച്ച് സാധനങ്ങൾ വെക്കാതിരിക്കുക. സാധനങ്ങൾ കൃത്യമായ അകലത്തിൽ വെക്കാത്ത പക്ഷം ഉള്ളിൽ തണുപ്പ് എല്ലാ ഭാഗങ്ങളിലും എത്താതെ വരികയും ഇതിലൂടെ അമിത വൈദ്യുതി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക. അനാവശ്യ വസ്തുക്കൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റുന്നതിലൂടെ നല്ലൊരു ശതമാനം വൈദ്യുതി ഉപഭോഗം കുറക്കാൻ സാധിക്കും. ചൂടുള്ള ഭക്ഷണം ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചൂടുള്ള ഭക്ഷണം അതുപോലെ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ നല്ല വീഡിയോകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.